ഹായ് കൊച്ചുമക്കളെ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിനെ കുറിച്ചാണ് ടീച്ചറമ്മ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ക്രിസ്തുദേവന്റെ ജന്മദിനം, ക്രിസ്തു ജനിച്ച ദിവസം ക്രിസ്തുമസായി ആഘോഷിക്കുന്നു. ആ ദിവസം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പാടുകയും ക്രിസ്തുദേവന്റെ പുൽക്കൂടൊരുക്കുകയും നക്ഷത്രവിളക്കുകൾ വീടുകളിൽ തൂക്കുകയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. ക്രിസ്തുമസ് എന്ന ആഘോഷം മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ ഒരു ചിത്രമാണ്. തൊപ്പിയൊക്കെ ധരിച്ച് ചുവന്ന ഡ്രസ്സിൽ സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ കലമാൻ്റെ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു വരവ്, പിന്നെ ഒരു പാട്ടും. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. Jingle bell, jingle all the way. And what fun it is to ride in a one-horse open sleigh. Jingle bell, jingle all the way. And what fun it is to ride in a one-horse open sleigh. Hey, jingle bell, jingle all the way. എന്ന പാട്ട് എല്ലാവരുടെ മനസ്സിലും മറക്കാൻ പറ്റാത്തൊരു ഗാനമായി ഇങ്ങനെ ഉണ്ട്. പണ്ട് ഏഷ്യ മൈനർ എന്ന സ്ഥലത്ത്, അതായത് BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് സെന്റ് നിക്കോളാസ് അഥവാ വിശുദ്ധ നിക്കോളാസ്. ഈ നിക്കോളാസ് എന്ന് പറയുന്ന വിശുദ്ധന് ഒരു ഹോബിയാണ് എല്ലാ കുട്ടികൾക്കും പാവയുണ്ടാക്കി കൊടുക്കുക എന്നത്. അദ്ദേഹം ഓരോ വീട്ടിലും രാത്രി പോയിട്ട് ഈ സമ്മാനം ഇട്ട് വെച്ച് പോകും. അപ്പം കുട്ടികൾ രാവിലെ എണീച്ച് വരുമ്പോൾ അപ്പൂപ്പൻ്റെ ഈ സമ്മാനം കണ്ട് സന്തോഷിക്കും. അദ്ദേഹത്തിന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം പാവകളുമായി ഇങ്ങനെ പോവുകയാണ്. മഞ്ഞു മലകൾ താണ്ടി വേണം എല്ലാ വീടുകളിലും എത്താൻ. മഞ്ഞു വീഴ്ചയുള്ള ഒരു സമയമാണല്ലോ ഈ ഡിസംബർ 6-നാണ് ഈ ഒരു സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ അനുസ്മരണ ദിനവും. അങ്ങനെ ഈ മഞ്ഞു പുതഞ്ഞ വഴിയിലൂടെ അദ്ദേഹത്തിന് നടക്കാൻ വയ്യാതെയായി. അപ്പോഴാണ് കുറച്ച് കലമാനുകളെ അദ്ദേഹം കണ്ടത്. ഉടനെ തന്നെ കലമാനുകളെ, അതായത് റെൻഡീസ്, അവയെ വണ്ടിയിൽ കെട്ടി അദ്ദേഹം ആ വണ്ടിയിൽ നിറച്ച് സമ്മാനവുമായി പാവകളുമായി ഓരോ കുട്ടികളുടെ വീട്ടിലേക്കും ഇങ്ങനെ പോയി. അപ്പൂപ്പനെ വഹിച്ചുകൊണ്ട് കലമാന്റെ വാഹനം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് മാനുകളുടെ കാലുകളിലെല്ലാം മഞ്ഞ് വന്ന് പുതഞ്ഞു. മാനുകൾക്ക് നടക്കാൻ വയ്യാതെയായി. മഞ്ഞിൽ പുതഞ്ഞ കാലുകളെ എത്ര പൊക്കിയിട്ടും പൊക്കാൻ അപ്പൂപ്പന് കഴിയുന്നില്ല. മാനുകളുടെ കാലെല്ലാം അതിൻ്റെ ഉള്ളിലാണ്. ഉടനെ തന്നെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയും മാനുകളുടെ കാലുകളൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുകയും അപ്പൂപ്പനെ പാവകൾ ഉണ്ടാക്കാൻ 2-3 കുട്ടിച്ചാത്തന്മാരെ വിട്ട് സഹായിക്കുകയും ചെയ്തു. ക്രിസ്മസ് കാലമായാൽ എല്ലാ വീടുകളിലും ക്രിസ്മസ് പപ്പയുടെ വേഷം കെട്ടിയ, സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ വേഷം കെട്ടിയ അപ്പൂപ്പന്മാർ വരികയും സമ്മാനങ്ങൾ തരികയും ഗാനങ്ങൾ പാടുകയും ചെയ്യുന്നു. എന്ത് രസമാണ് ഓരോ വർഷത്തെയും ക്രിസ്മസ് ആഘോഷം, അല്ലേ? എൻ്റെ വീട്ടിലും എല്ലാ വർഷവും ക്രിസ്മസ് പപ്പ വരാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പപ്പയെ കാണുന്നതും എനിക്ക് പപ്പ സമ്മാനം തരുന്നതും കൈ തരുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ വർഷവും പതിവ് പോലെ ക്രിസ്മസ് പപ്പ എൻ്റെ വീട്ടിൽ വരികയും കൈതരികയും ഹാപ്പി ക്രിസ്മസ് എന്ന് ആശംസിച്ച് പോവുകയും ചെയ്തു. എൻ്റെ മുറ്റത്ത് ഈ തണുപ്പത്ത് ഈ ഡിസംബറിൽ പപ്പ വരുന്നത്, പപ്പയുടെ ആ ഒരു ഡാൻസ് ഒക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയും കൂടെ ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്, ആ ഒരു വീഡിയോ കൂടെ ചേർക്കുന്നുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കൊച്ചുമക്കൾക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്ത കഥയുമായി വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. Deva